ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊമോഷൻ ഓഫ് നോൺ അഗ്രികൾച്ചറൽ വർക്ക് ഓൺഡ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഇസോപ്സ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോൺ അഗ്രികൾച്ചറൽ വർക്ക് ഓൺഡ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഇസോപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ എൻ്റർപ്രൈസ് കോപ്പറേറ്റീവ്സ് അതിനെക്കുറിച്ചിട്ടും, പിന്നെ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് ഫോർ സോഷ്യൽ സർവീസസ്, ദെൻ ഇന്നെഫിഷ്യൻ്റ് ഓർ ഹാംഫുൾ പ്രാക്ടീസസ്, പിന്നെ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പറേഷൻസ്. ചെറിയ ചെറിയ ടോപ്പിക്സുകളാണ് അതിലെ അതിൽ ആ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ പൊട്ടൻഷ്യൽ മാത്രമാണ് ഇത്തിരി വലിയ ടോപ്പിക്ക് നമുക്ക് വരുന്നുള്ളൂ. പിന്നെയൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്സുകളാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊമോഷൻ ഓഫ് നോൺ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഓൺഡ് കോപ്പറേറ്റീവ്സിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ്സുകൾക്കുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ, അല്ലേ, സഹകരണ സംഘങ്ങൾക്കുള്ള വികസന പദ്ധതികൾ മിക്കവാറും അഗ്രികൾച്ചർ സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ അഗ്രികൾച്ചറൽ വർക്ക് ഓൺഡ് കോപ്പറേറ്റീവ്സിനെ അധികം അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. ഏതിൽ മാത്രമാണ്? ഒരുവിധം മിക്കവാറും എല്ലാ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളും അഗ്രികൾച്ചർ സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ്, അതിനെയാണ് കോപ്പറേറ്റീവ്സ്, അതിനെയാണ് അവരൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രിജുഡീസ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കർ ഓണർ എന്നുള്ള ആ ഒരു ടേം ഉണ്ടല്ലോ, അത് സോഷ്യലിസവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രിജുഡൈസ് ഓർ മുൻവിധി അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സ് ആര് നെഗ്ലക്റ്റ് ചെയ്തത്? ആഫ്രിക്കയിലെ ഒട്ടുമിക്ക ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളും നെഗ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം. പക്ഷേ സിക്കോപ്പയുടെ വേർഷൻ പ്രകാരം സിക്കോപ്പ, ഇതിലെ പേരുകളൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പേരുകളാണ് കേട്ടോ. സിക്കോപ്പ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആർട്ടിസനൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ആണ്. അതിൻ്റെ ഷോർട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സിക്കോപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആർട്ടിസനൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ അതാണ് സിക്കോപ്പ. ദെൻ ഈ സിക്കോപ്പയുടെ വേർഷൻ പ്രകാരം വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട്, അതും എല്ലാ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലും, രാഷ്ട്രീയ പശ്ചാത്തലത്തിലും 100 മില്യൺ ജോബ് അവയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ജോബ്സ്, 100 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സിനെ കഴിഞ്ഞിരുന്നു. അത്രയും അവ ക്രിയേറ്റ് ചെയ്തിരുന്നു, അത്രയും ജോബ്. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ എക്കണോമിക് ഡെമോക്രസിക്കുള്ള ഒരു അന്വേഷണം, അല്ലേ, നമുക്കിപ്പോൾ സാമ്പത്തിക ജനാധിപത്യം, അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന അന്വേഷണം, അതുപോലെ തന്നെ 1980കളുടെ തുടക്കത്തിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു സൊല്യൂഷൻ, അതിനുള്ള പരിഹാരങ്ങൾ, അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വർക്കർ ഓൺഡ് അസോസിയേഷനുകളുടെയും ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് വളരെ ഉയർന്നിരുന്നു. അപ്പോൾ ഈ ഒരു വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സുകളും മറ്റ് വർക്കർ ഓൺഡ് അസോസിയേഷനുകളുടെയൊക്കെ സപ്പോർട്ട്, അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, അത് എൻഹാൻസ് ചെയ്യുന്നതിനെ ഇത് കാരണമായിട്ടുണ്ട്. ഒരു ഗ്രേറ്റർ സെർച്ച് ഫോർ ഗ്രേറ്റർ എക്കണോമിക് ഡെമോക്രസി
ആൻഡ് സൊല്യൂഷൻ ടു ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ ദ ഏർലി 1970s. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 100 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അത്രയും ജോബ്സ് അവരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഈ ഒരു സൊസൈറ്റീനെ, ഈ ഒരു കോപ്പറേറ്റീവ്സിനെ കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിൻ്റെയും അതുപോലെ തന്നെ വർക്കർ ഓൺഡ് അസോസിയേഷനുള്ള സപ്പോർട്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഇവിടെ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അവരോടുള്ള ഒരു ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് അത് ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടെ ദ എഫക്റ്റ് വാസ് നെഗ്ലിജൻസ്, അതിൻ്റെ പ്രഭാവം വളരെ നിസ്സാരമായിരുന്നു ഈ ഒരു വർക്കർ ഓൺഡ് സൊസൈറ്റീസിൻ്റെ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റും ഡോണേഴ്സൊക്കെ ഇപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിലെ പുതിയ ആശയങ്ങളെ അവരെ റെസിസ്റ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റും ഡോണേഴ്സും ഇങ്ങനെ ഈ ഒരു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്സിൻ്റെ ഈ ഒരു ന്യൂ ഐഡിയാസ് അവരെ റെസിസ്റ്റ് ചെയ്യാവുന്നതായിട്ടാണ് കണ്ടിരുന്നത് ആഫ്രിക്കയിൽ. അതുപോലെ തന്നെ അവിടുത്തെ കോപ്പറേറ്റീവ് ആക്ട് അവരെ ഡിസൈൻ ചെയ്തിരുന്നത് ക്ലയൻറ്റ് ഓൺഡ് കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കോപ്പറേറ്റീവ്സുകൾക്കായിട്ടാണ് കോപ്പറേറ്റീവ് ആക്റ്റുകൾ ഡിസൈൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഏജൻസികളുണ്ടല്ലോ, അതൊന്നും തന്നെ നോൺ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ സജ്ജരായിരുന്നില്ല. അപ്പോൾ അവ ഇൽ എക്യുപ്പഡ് ആയിരുന്നു ഈ ഒരു ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഏജൻസീസ്. ഏതിലെ? ടു പ്രൊമോട്ട് നോൺ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ നോൺ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ സജ്ജരായിരുന്നില്ല ആഫ്രിക്കയിലെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഏജൻസീസ്. പിന്നെ അവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്ക് വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സിൽ അത്രയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു ലെസർ ഇൻട്രസ്റ്റും ഇതിൻ്റെ ഈ ഒരു എഫക്റ്റിൻ്റെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്താ പറയുക നിസ്സാരമാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു കോപ്പറേറ്റീവ് സെക്ടേഴ്സിനുള്ള സ്ട്രാറ്റജീസിൻ്റെ അഭാവം. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ മൂലമൊക്കെയാണ് ഈ ഒരു വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിൻ്റെയും മറ്റേ വർക്കർ ഓൺഡ് അസോസിയേഷനുകളുടെയൊക്കെ ആ ഒരു എഫക്റ്റ് അവിടെ എന്താ പറയുക അത് നിസ്സാരമാകിയിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടെ ഈ ഒരു വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് 100 ബില്യൺ ജോബ് അവരെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആഫ്രിക്കയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ആ ഒരു റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ആ ഒരു ഇൻക്രീസിങ് റേറ്റ് അത് കുറയ്ക്കാനായിട്ട് ആരെ സഹായിച്ചിട്ടുണ്ട്? ഈ ഒരു നോൺ അഗ്രികൾച്ചറൽ വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സ് സഹായിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻ്റർ എൻ്റർപ്രൈസ് കോപ്പറേഷൻ ആണ്. IEC ഇൻ്റർ എൻ്റർപ്രൈസ് കോഓപ്പറേഷൻ. ഇൻ്റർ എൻ്റർപ്രൈസ് കോഓപ്പറേഷൻ. ഈ ഇൻ്റർ എൻ്റർപ്രൈസ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരേ എക്കണോമിക് സെക്ടറിൽ ഉൾപ്പെടുന്ന അല്ലേ, ഇപ്പോൾ ഒരേ സാമ്പത്തിക മേഖലയിൽ വരുന്ന ലോക്കൽ ഓർ റീജിയണൽ ബേസിസിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് സ്മോൾ ഫേംസിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻ്റ് സ്മോൾ ഫേംസുകളുടെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർ എൻ്റർപ്രൈസ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ എക്കണോമിക് സെക്ടറിൽ തന്നെ വരുന്ന ലോക്കൽ ഓർ റീജിയണൽ ബേസിസിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്മോൾ ഫേംസ് അവരെ ഒരുമിച്ച് പ്രവർത്തിക്കുക, അതാണ് ഇൻ്റർ എൻ്റർപ്രൈസ് കോപ്പറേഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഫേസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ഫേംസ് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എന്തിലൂടെ? ഈ ഒരു കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷൻ, ആ ഒരു റിലേഷനിലൂടെ ഈ ഒരു ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഇൻഡിവിജ്വൽ ഫേംസ് ഒരുമിച്ച് പ്രവർത്തിക്കുക. അതാണ് എൻ്റർപ്രൈസ് കോപ്പറേഷനിൽ പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ മാർക്ക്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഈ ഒരു IECയുടെ അല്ലെങ്കിൽ എൻ്റർപ്രൈസ് കോപ്പറേഷൻ്റെ എയിം എന്ന് പറയുന്നത് ഒന്ന് ഇക്കോണമീസ് ഓഫ് സ്കെയിലും മറ്റൊന്ന് ഇക്കോണമീസ് ഓഫ് സ്കോപ്പുമാണ് അല്ലേ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ ഫേമും അവരെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, അവരെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് ലാർജ് സ്കെയിൽ ബേസിസിൽ അവർക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ബാർഗൈനിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി അവർക്ക് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇക്കോണമീസ് ഓഫ് സ്കോപ്പ്, അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഫേസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ഫേംസ് ആണ് അവരെ ഒരു ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായിട്ട് ഓർഗനൈസ് ചെയ്ത് അവരെ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെ തന്നെ അവർ ഒന്നിച്ച് സംഘടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറും ഒക്കെ സാധ്യമാണ് അല്ലേ. ഡിവിഷൻ ഓഫ് ലേബർ അവിടെ സാധ്യമാണ്. അത് എൻ്റർപ്രൈസ് ലെവലിൽ സ്പെഷ്യലൈസേഷനും ഡിഫറൻസിയേഷനും കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ഇൻഫോർമേഷൻ വളരെ വേഗത്തിൽ ഡിസമിനേറ്റ് ചെയ്യുന്നതിന്, അത് പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ അവർക്ക് സാധ്യമാണ്. അതുവഴി അവരുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഇക്കോണമീസ് ഓഫ് സ്കോപ്പ് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എൻ്റർപ്രൈസ് കോപ്പറേഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്കയിലെ അവരെ ഈ ഒരു എൻ്റർപ്രൈസ് കോപ്പറേഷൻ അവരെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് അവരുടെ ചില പ്രോഡക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു മീൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് അവരെ ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുവഴി അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വേ ഓർ മീൻസ് ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്ക ഈ ഒരു എൻ്റർപ്രൈസ് കോപ്പറേഷനെ കണ്ടിരുന്നത്. പിന്നെ ഈ ഒരു എൻ്റർപ്രൈസ് കോപ്പറേഷനെ മറ്റൊരു എക്സാമ്പിളാണ് കോഫി സെക്ടർ ഓഫ് സം അതർ പാർട്ട് ഓഫ് ആഫ്രിക്ക. അപ്പോൾ ഈ ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്ക അല്ലാതെ ആഫ്രിക്കയിലെ മറ്റ് പല ഭാഗങ്ങളിലുമുള്ള കോഫി സെക്ടറും ഈ ഒരു എൻ്റർപ്രൈസ് കോപ്പറേറ്റീവ്സിനെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിങ്ങിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള എല്ലാവരും, അതായത് ഫാമേഴ്സ്, ബയേഴ്സ്, പ്രോസസ്സേഴ്സ്, ട്രാൻസ്പോർട്ടേഴ്സ്, എക്സ്പോർട്ടേഴ്സ്, അതുപോലെ തന്നെ ബാങ്കേഴ്സ്, അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിങ്ങുമായിട്ട് അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും അവരെ റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു കോഫി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വരുന്ന കോമൺ ഇഷ്യൂസൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോഫി ബിസിനസ്സിൻ്റെ കോമൺ ഇൻട്രസ്റ്റ് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അവരെ റെഗുലർലി മീറ്റ് ചെയ്തിരുന്നു ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും. അപ്പോൾ അതൊക്കെ ഏതാണ് എൻ്റർപ്രൈസ് കോപ്പറേഷൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരേ എക്കണോമിക് സെക്ടറിൽ വരുന്ന കുറേ ഇൻഡിവിജ്വൽ സ്മോൾ ഫേംസ് അല്ലേ. ഇൻഡിവിജ്വൽ ഫേം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ഫേംസ് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക, അതാണ് എൻ്റർപ്രൈസ് കോപ്പറേഷൻ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ഫോർ സോഷ്യൽ സർവീസസ് ആണ്. സോഷ്യൽ സർവീസസ് ഇല്ലേ, എന്താ സോഷ്യൽ സർവീസസ് അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അതായത് സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് സോഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ, ബേസിക് എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി സർവീസസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രൈമറി ഹെൽത്ത് കെയർ, ബേസിക് എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി സർവീസസ് തുടങ്ങിയ സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരും അതിൻ്റെ യൂസേഴ്സും രൂപീകരിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് സോഷ്യൽ കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സർവീസ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ സോഷ്യൽ കോപ്പറേറ്റീവ്സ് അതാണ്, അതും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ളതാണ്. ദെൻ അതിലെ സോഷ്യൽ സർവീസസ് പ്രൊവൈഡേഴ്സ് ആൻഡ് യൂസേഴ്സ് ആണ് അതിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. പിന്നെ ആഫ്രിക്കയിലെ മൊത്തം ജനസംഖ്യയിലെ ഒരു പ്രിവിലേജ്ഡ് മൈനോറിറ്റി ഓഫ് പീപ്പിൾ അവർ മാത്രമാണ് ഫോർമൽ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിന് കീഴിൽ വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫോർമൽ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിന് കീഴിൽ ഒരു പ്രിവിലേജ്ഡ് മൈനോറിറ്റി അവരാണ് അതിന് കീഴിൽ വരുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ അവരുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ അത് നൽകിയിരുന്നത് ട്രഡീഷണൽ മ്യൂച്വൽ സെൽഫ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ ബാക്കി ഈ ഒരു പ്രിവിലേജ്ഡ് മൈനോറിറ്റീസിനെ ഒഴിച്ചു നിർത്തിയാലേ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ആരായിരുന്നു? ട്രഡീഷണൽ മ്യൂച്വൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളാണ്. കാരണം അവിടുത്തെ ഗവൺമെൻറ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം അതിൻ്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് സ്കോപ്പ് ലിമിറ്റഡ് ആണ്, വളരെ കുറച്ച് പീപ്പിൾസ് മാത്രം, അതും എങ്ങനെ പ്രിവിലേജ്ഡ് മൈനോറിറ്റി മാത്രമാണ് അതിന് കീഴിൽ വന്നിരുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം വോളണ്ടറി സെൽഫ് ഫൈനാൻസ്ഡ് ആൻഡ് സെൽഫ് മാനേജ്ഡ് മൾട്ടി ഗ്രൂപ്പുകൾ ഓർഗനൈസ് ചെയ്തിരുന്നു. അവരുടെ ഈ ഒരു സെൽഫ് ഫൈനാൻസ്ഡ് ആൻഡ് സെൽഫ് മാനേജ്ഡ് മ്യൂച്വൽ ഗ്രൂപ്പിലെ ആ ഒരു സെൽഫ് ഗ്രൂപ്പാണ്. ദെൻ അതിലെ അവരുടെ മെമ്പേഴ്സിനെ ബേസിക് സോഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് വോളണ്ടറിയിലായിട്ട് സ്വമേധയാ സെൽഫ് ഫൈനാൻസ്ഡ് സെൽഫ് മാനേജ്മെൻറ്റ് മ്യൂച്വൽ ഗ്രൂപ്പുകൾ അവിടെ സംഘടിച്ചിരുന്നു. അപ്പോൾ അവരെ ഇൻഫോർമലായിട്ടാണ് ഏത് നൽകിയിരുന്നത്, ഈ ഒരു ബേസിക് സോഷ്യൽ സർവീസസ് അവരുടെ മെമ്പേഴ്സിനെ നൽകിയിരുന്നത്. പിന്നെ അവിടെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലിങ്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓരോ യൂണിറ്റുകളും ക്ലോസ്ഡ് യൂണിറ്റ് ആയിട്ടാണ് അവ പ്രവർത്തിച്ചിരുന്നത് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു ധാരാളം സോഷ്യൽ വെൽഫെയർ മ്യൂച്വൽ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ സെൽഫ് മാനേജ്ഡ് മ്യൂച്വൽ ഗ്രൂപ്പുകളുണ്ട്, അതായത് ട്രഡീഷണൽ മ്യൂച്വൽ സെൽഫ് ഗ്രൂപ്പുകൾ തന്നെയാണ് ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു ലിങ്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ദെൻ വിച്ച് ഓപ്പറേറ്റ് ആസ് ക്ലോസ്ഡ് യൂണിറ്റ്. അപ്പോൾ ഓരോന്നും അവരുടെ ആ ഒരു ഇതുമായിട്ട് പരസ്പരം അവർ ലിങ്ക് ചെയ്തിരുന്നില്ല, അവരെ ക്ലോസ്ഡ് യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. നമ്മൾ പറയില്ലേ അവരവരുടെ കാര്യം നോക്കുക, അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പുകളെയും സ്റ്റേറ്റിനെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കും അവിടെ ഉണ്ടായിരുന്നില്ല. അത് രണ്ടും ഇതിൻ്റെ ഒരു ന്യൂനതയായിരുന്നു ഈ ഒരു ട്രഡീഷണൽ മ്യൂച്വൽ സെൽഫ് ഗ്രൂപ്പിൻ്റെ. പിന്നെ ഈ ഒരു മ്യൂച്വൽ സെൽഫ് ഗ്രൂപ്പ് ഒരു സസ്റ്റൈനബിൾ എമൗണ്ട് ഓഫ് മണി അവരെ അക്യുമുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരെ ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് മണി അവരെ സമാഹരിച്ചിരുന്നു. പക്ഷേ ആ ഒരു എമൗണ്ട് ഓഫ് മണി അതിനെ എന്തുണ്ടായിരുന്നില്ല, ഒരു മാക്രോ എക്കണോമിക്
ഇമ്പാക്റ്റാണ് ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല അവരുടെ ആ ഒരു ഇതിന്. കാരണം അവർ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. ഇപ്പോൾ ഓരോ മ്യൂച്വൽ ഹെൽപ്പ് ഗ്രൂപ്പുകളും അതിലുള്ള മെമ്പേഴ്സിനെ അവരെ സർവീസസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് അവരൊന്നും കൊടുത്തിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഒരു സസ്റ്റൈനബിൾ എമൗണ്ട് ഓഫ് മണി അവർ അക്യുമുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ കൂടെ ലിറ്റിൽ മാക്രോ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പിൻ്റെ ബാർഗൈനിങ് പവറും വളരെ കുറവായിരുന്നു, വളരെ ചെറുതായിരുന്നു അവർക്ക്. അല്ല, ഇൻഡിവിജ്വലി അവർ നിൽക്കുമ്പോൾ അവർക്ക് ബാർഗൈനിങ് പവർ വളരെ കുറവായിരുന്നു. ദെൻ അവിടെ ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രഡീഷണൽ മ്യൂച്വൽ സെൽഫ് ഗ്രൂപ്പുകളെ അവരുടെ ആ ഒരു സെൽഫ് ഹെൽപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഡിസ്ട്രോയ് ചെയ്യാതെ തന്നെ അതിനെ കുറേയും കൂടെ എഫിഷ്യൻ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ആക്കുക എന്നുള്ളതാണ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ചലഞ്ച് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ട്രഡീഷണൽ സിസ്റ്റമാണ്. അപ്പോൾ അവരുടെ ആ ഒരു മ്യൂച്വൽ സെൽഫ് ഹെൽപ്പ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ അത് ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഡിസ്ട്രോയ് ചെയ്യാതെ തന്നെ അവയെ കൂടുതൽ എഫിഷ്യൻ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ആക്കണം. അപ്പോൾ അതാണ് അവിടെ ആഫ്രിക്കയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ചലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതവർ അച്ചീവ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രഡീഷണൽ സിസ്റ്റം ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഫോർമൽ സോഷ്യൽ കോപ്പറേറ്റീവ്സ് ആയിട്ടും മ്യൂച്വൽ ബെനിഫിറ്റ് ഓർഗനൈസേഷനുമായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ടാണ് അവർ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻഫോർമൽ സെക്ടറിലെ പ്രവർത്തിച്ചിരുന്ന ഈ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഫോർമൽ സോഷ്യൽ കോപ്പറേറ്റീവുകളായിട്ടും അതുപോലെ തന്നെ ഫോർമൽ മ്യൂച്വൽ ബെനിഫിറ്റ് ഓർഗനൈസേഷനുമായിട്ട് അവരെ മാറ്റി. അതുപോലെ ഒരു വേർട്ടിക്കൽ സ്ട്രക്ചറിലേക്ക് വരാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ്റെ സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് പുറമെ ഈ കോപ്പറേറ്റീവ്സ് ഒരു സൈസബിൾ നമ്പർ ഓഫ് ജോബും ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ജനങ്ങളുടെ അവരുടെ ആ ഒരു സോഷ്യൽ വെൽഫെയർ മാത്രമല്ല അവർ ഉദ്ദേശിച്ചിരുന്നത്, അതിന് പുറമെ ഒരു സൈസബിൾ നമ്പർ ഓഫ് ജോബും ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് ഫോർ സോഷ്യൽ സർവീസസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇന്നെഫിഷ്യൻ്റ് ഓർ ഹാംഫുൾ പ്രാക്ടീസസ് ആണ്. ഇപ്പോൾ ആഫ്രിക്കൻ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷനിൽ ഒരു ലോങ് റൺ റിസർച്ചസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് റിവീൽ ചെയ്യുന്നത് ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ആർ ഇൻഎഫിഷ്യൻ്റ് ഇഫ് നോട്ട് ഹാംഫുൾ. അതായത് അത്ര ദോഷകരമല്ലെങ്കിലും നിരവധി ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ്, വികസന രീതികൾ അവിടെ കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ആഫ്രിക്കയിൽ ഒരുപാട് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ഹാംഫുൾ ആയിരുന്നില്ല കോപ്പറേറ്റീവ് സെക്ടറിനെ, പക്ഷേ അതേസമയം എല്ലാം ഇന്നെഫിഷ്യൻറ്റും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നത്, അപ്പോൾ അവിടെ ഈ ആഫ്രിക്കയിലെ ട്രഡീഷണൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വരുന്നുണ്ടല്ലോ, അതിൽ വരുന്നത് ടാർഗറ്റ് പോപ്പുലേഷനിടയിൽ കോപ്പറേറ്റീവ് സ്പിരിറ്റ് റേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റേസിങ് കോപ്പറേറ്റീവ് സ്പിരിറ്റ് എമംഗ് ടാർഗറ്റ് പോപ്പുലേഷൻ അല്ലേ. ടാർഗറ്റ് പോപ്പുലേഷൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ ആ ഒരു കോപ്പറേറ്റീവ് സ്പിരിറ്റ് ഉയർത്തുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഓരോ ആഫ്രിക്കൻ കൺട്രീസിലും എല്ലാ ആഫ്രിക്കൻ കൺട്രികളിലും ഒരുപാട് ധാരാളം സെൽഫ് ഹെൽപ്പ് ഓർ മ്യൂച്വൽ ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട്. അത് അവിടെ നിലനിന്നിരുന്നു.
അതെല്ലാം തന്നെ പ്രൂവ് ചെയ്യുന്നത് സ്ട്രോങ് കോപ്പറേറ്റീവ് സ്പിരിറ്റ് ഓഫ് ദ ആഫ്രിക്കൻ പീപ്പിളാണ്. അപ്പോൾ ഈ ആഫ്രിക്കൻ ജനതയുടെ ആ ഒരു സ്ട്രോങ് കോപ്പറേറ്റീവ് സ്പിരിറ്റാണ് ഈ എല്ലാ മ്യൂച്വൽ ഹെൽപ്പ് ഗ്രൂപ്പുകളും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും പ്രൂവ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ആഫ്രിക്കയിലെ അവിടെ ആളുകൾ കോപ്പറേറ്റീവ്സിൽ ജോയിൻ ചെയ്തിരുന്നത് അവരുടെ പേഴ്സണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ജോയിൻ്റ് ആക്ഷനിലൂടെ അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ മെച്ചപ്പെടുത്തുക, അതിനു വേണ്ടി മാത്രമാണ് ആളുകൾ അതിൽ ജോയിൻ ചെയ്തിരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ആളുകൾ അതിലേക്ക് വന്നിരുന്നത്. അപ്പോൾ കൂട്ടായിട്ടുള്ള ഒരു പ്രവൃത്തിയിലൂടെ നമ്മുടെ ആ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ മെച്ചപ്പെടുത്തുക, അത്രേ അവർ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് സ്വന്തമായിട്ട് ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ ജനറൽ ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് അല്ലേ, പൊതുവികസന ലക്ഷ്യങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നതിനുള്ള ഒരു ടൂള് മാത്രമായിരുന്നു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് സ്വന്തമായിട്ട് ഗോൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഏതിന് കാരണമായി? ഈ ഒരു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻഎഫിഷ്യൻ്റ് ആകുന്നതിൻ്റെ കാരണങ്ങളാണ്. ദെൻ അതിന് പുറമെ ഇവിടെ ഗവൺമെൻറ് ലെവലിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ അവർ ബിൽഡപ്പ് ചെയ്തിരുന്നു. അതായത് ഗവൺമെൻറ്റൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ അതൊക്കെ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരുപാട് കോപ്പറേറ്റീവ് ക്രൈസിസിന് ഒരു ലാർജ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ ഒരു കോപ്പറേറ്റീവ് ക്രൈസിസിലേക്ക് നയിച്ചത് ഈ ഒരു ഗവൺമെൻറ്റൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവർ ഒരുപാട് സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള, ഒരുപാട് കർക്കശമായിട്ടുള്ള, റിജിഡായിട്ടുള്ള അങ്ങനെയുള്ള കുറേ റൂൾസുകളൊക്കെ കൊണ്ടാണ് അവർ വന്നിരുന്നത്. അപ്പോൾ അതും ഈ ഒരു മൂവ്മെൻറ്റ് ടഫാക്കുന്നതിന് കാരണമായി. അപ്പോൾ പ്രോജക്റ്റുകളൊക്കെ വന്നെങ്കിലും കൂടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ, അവരുടെ ആ ഒരു നിയമങ്ങൾ ഇതാകുന്നതിന് കാരണമായി. പിന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ ഒരുപാട് ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ഏജൻസീസ് കോപ്പറേറ്റീവ്സിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ഏജൻസീസ് എല്ലാം തന്നെ മാക്രോ ലെവലിൽ അവർ ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ റിക്വയർമെൻറ്റ്സ്. പക്ഷേ അവരുടെ അസിസ്റ്റൻസ് ഒന്നും തന്നെ എന്തായിരുന്നില്ല, റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടായിരുന്നില്ല അവരത് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവും ആയിരുന്നില്ല. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻസ് ലഭിച്ചിരുന്നെങ്കിൽ കൂടെ അതത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നില്ല, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആയിരുന്നില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏജൻസീസ് മാക്രോ ഇഷ്യൂസ് മാത്രമേ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ മാക്രോ ഇഷ്യൂസ് അവർ എഫക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അതും ഈ ഒരു പ്രോജക്റ്റുകളെല്ലാം തന്നെ ഇന്നെഫിഷ്യൻ്റ് ആകുന്നതിന് കാരണമായി. പിന്നെ കോപ്പറേറ്റീവ് പ്രൊമോഷന് വേണ്ടിയിട്ട് ആഫ്രിക്കയിലെ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചസ് ആണ് അവർ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചസ് വളരെ വെരി ഗുഡ് ഇൻറ്റൻഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് വന്നിരുന്നെങ്കിൽ കൂടെ ഈ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചസ് ഫെയിലിയർ ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതും ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ് ഇന്നെഫിഷ്യൻ്റ് ആകുന്നതിന് കാരണമായി. പിന്നെ വരുന്നത് കോപ്പറേറ്റീവ്സിന് കുറേ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നു. അതായത് ഗ്രാൻഡ്, എയ്ഡ്, സബ്സിഡി, പിന്നെ മോണോപ്പൊളീസ്, പിന്നെ ക്രെഡിറ്റ് അലോക്കേഷൻ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കോപ്പറേറ്റീവ്സിന് നൽകിയിരുന്നു. അത് അവരുടെ കോമ്പറ്റീറ്റീവ്നെസ് ഡിമിനിഷ് ചെയ്യുന്നതിന് കാരണമായി. അതൊരു പ്രശ്നമാണ്. പിന്നെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രിവിലേജസ് എല്ലാം തന്നെ സ്റ്റേറ്റ് അങ്ങോട്ട് വിഡ്രോ ചെയ്തു. അപ്പോൾ ഇത് വിഡ്രോ ചെയ്തതോടുകൂടെ ധാരാളം സ്റ്റേറ്റ് സ്പോൺസേർഡ് കോപ്പറേറ്റീവ്സ് ആഫ്രിക്കയിൽ
അവയുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു. അപ്പോൾ അതും ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. അപ്പോൾ ഇവർക്കുള്ള എയ്ഡും സബ്സിഡി, മോണോപ്പൊളി, ഗ്രാൻഡ്, ക്രെഡിറ്റ് അലോക്കേഷൻ അല്ലേ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അധികം കാര്യക്ഷമമായി പ്രവർത്തിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരുടെ കോമ്പറ്റീറ്റീവ്നെസ് മിനിമൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ഡിമിനിഷ് ചെയ്യുന്നതിന് ഇത് കാരണമാകുകയും ചെയ്തു. പിന്നെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം വന്നതോടുകൂടെ ഈ ഒരു പ്രിവിലേജസ് എല്ലാം തന്നെ അത് വിഡ്രോ ചെയ്തു സ്റ്റേറ്റ്. അപ്പോൾ പിന്നെ അവർക്ക് നമ്മൾ സെൽഫ് റിലയൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയും ചെയ്തില്ല. ആഫ്രിക്കയിലെ ധാരാളം സ്റ്റേറ്റ് സ്പോൺസേർഡ് കോപ്പറേറ്റീവ്സിൻ്റെ തകർച്ചയ്ക്ക് അതൊരു കാരണമാകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നത് അത്ര എന്താ പറയുക, ദോഷകരമല്ലെങ്കിൽ കൂടെ നിരവധി ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ് ആഫ്രിക്കയിൽ കാര്യക്ഷമമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് ട്രഡീഷണൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഗവൺമെൻറ് തലത്തിലെ ഒരു സ്ട്രിഞ്ചൻ്റ് റൂൾസ് ഈ ഒരു മൂവ്മെൻറ്റ് ടഫാക്കി. പിന്നെ നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ അസിസ്റ്റൻസ് അത് നോട്ട് ദ റിക്വയർമെൻറ്റിനനുസരിച്ചായിരുന്നില്ല, കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ടോപ്പ് ഡൗൺ അപ്രോച്ചസ് ഫെയിലർ ആവുക ചെയ്യുന്നത്. പിന്നെ ഈ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ള തകർച്ചയ്ക്ക് കാരണമായത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ നമ്മൾ കണ്ടതാണ് 1970കളുടെ ആ ഒരു തുടക്കത്തിൽ ആഫ്രിക്കയിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒരു ഇൻക്രീസിങ് ട്രെൻഡാണ് കാണിച്ചിരുന്നത്. അവിടെ ഒരുപാട് കൂടുതലായിരുന്നു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അപ്പോൾ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബിസിനസ് എൻ്റർപ്രൈസസുകൾ ക്രിയേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്നുള്ളത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇല്ലല്ലോ. നമുക്ക് ഇപ്പോൾ ഈ ഒരു ആഫ്രിക്കയിലെ അൺഎംപ്ലോയ്മെൻറ്റിനുള്ള ഒരേ ഒരു പരിഹാരം ഇങ്ങനെ കോപ്പറേറ്റീവ് തലത്തിൽ ബിസിനസ് എൻ്റർപ്രൈസസുകൾ രൂപീകരിക്കുകയും അത് മെയിൻ്റനൻസ് ചെയ്യുകയാണെന്ന് നമുക്കൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ എല്ലാ കോപ്പറേറ്റീവ്സുകളും ബിസിനസ് എൻ്റർപ്രൈസസുകളായിട്ട് വിജയിക്കണം എന്നില്ല. അതുപോലെ തന്നെ എല്ലാ കോപ്പറേറ്റീവ്സുകളും പ്രൊഡക്റ്റീവ് ആവണം എന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ചേഞ്ചിങ് മാർക്കറ്റിൽ അവർക്കൊരു വിത്ത്സ്റ്റാൻഡിങ് ഒരു പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കണമെന്നും ഇല്ല. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിന് പകരം എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷന് പകരം നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ നൽകുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താ പറയുക ഒരു കോൺസ്റ്റൻ്റ് ത്രെട്ട് ഓഫ് ഡിസ്മിസൽസ്, നമ്മൾ ആളുകളെ നിരന്തരമായിട്ട് പിരിച്ച് വിടുക. അപ്പോൾ ആ ഒരു ഭീഷണിക്ക് പകരം ഒരു സെക്യൂരിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് കോപ്പറേറ്റീവ്സ് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഉള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് എന്താ പറയുക ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് എവിഡൻസുകളും ആഫ്രിക്കയിലുണ്ട്. അപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്താ പറയുക അൺഎംപ്ലോയ്മെൻറ്റിനുള്ള സൊല്യൂഷൻ അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടെ ഈ ഒരു ആഫ്രിക്കയിലെ മില്യൺസ് ഓഫ് പേഴ്സൺസ് അവർ കോപ്പറേറ്റീവ്സ് എന്നുള്ളത് കൊണ്ട് അവർ മീൻ ചെയ്യുന്നത് ഇതൊക്കെയാണ്. എന്തൊക്കെ? അൺഎംപ്ലോയ്മെൻറ്റിന് പകരം നമുക്ക് തൊഴിൽ കൊടുക്കുക, എക്സ്പ്ലോയിറ്റേഷന് പകരം അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ നൽകുക, പിന്നെ അവരെ പിരിച്ചുവിടുക, നിരന്തരമായിട്ട് പിരിച്ചുവിടൽ ഭീഷണിക്കെതിരെ അവർക്ക് ഒരു സെക്യൂരിറ്റി, അതായത് ഒരു ജോബ് സെക്യൂരിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് അവർക്ക് കോപ്പറേറ്റീവ്സ് എന്നതുകൊണ്ട് ഒരു മില്യൺസ് ഓഫ് പീപ്പിൾസ് ആഫ്രിക്കയിലെ അവരതാണ് മീൻ ചെയ്യുന്നത്. ദെൻ അതിനെ ഒരു കൺവീൻസിങ് എവിഡൻസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു കോപ്പറേറ്റീവ്സ് വളരെ കാര്യക്ഷമമായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആഫ്രിക്കയിലെ റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഒരേപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓർ സ്വയം തൊഴിൽ
അത് രൂപീകരിക്കുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വളരെ ഫലപ്രദമായ രീതിയിൽ അത് ചെയ്യുന്നതിന് കോപ്പറേറ്റീവ്സിനെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. തിയറട്ടിക്കലി കോപ്പറേറ്റീവ് ക്യാൻ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ 5 ഡിഫറെൻറ്റ് വേസ്. 5 വ്യത്യസ്ത രീതിയിലാണ് ആഫ്രിക്കയിൽ എംപ്ലോയ്മെൻറ്റ് അവരെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് കോപ്പറേറ്റീവ് ആസ് എ കോമൺ വർക്ക് പ്ലേസ് ആണ്. അതായത് കോപ്പറേറ്റീവ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെ ഒരു ജോയിൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ കോപ്പറേറ്റീവ് മെമ്പേഴ്സ് എല്ലാം കൂടെ അവരെ ഒരു ജോയിൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുക. അതാണ് കോപ്പറേറ്റീവ് ആസ് എ കോമൺ വർക്ക് പ്ലേസിൽ പറയുന്നത്. അതായത് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവരെ ഫോം ചെയ്യുന്നു. എങ്ങനെ? പ്രൈമർലി ആസ് എ ഫോം ഓഫ് ഓർഗനൈസ്ഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ മെമ്പേഴ്സ് പ്രാഥമികമായിട്ട് ഒരു ഓർഗനൈസ്ഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് സംഘടിത സ്വയം തൊഴിൽ, അങ്ങനെ ഒരു സംഘടിത സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നു. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് കളക്റ്റീവ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് അല്ലേ. കളക്റ്റീവ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിൽ എങ്ങനെയാണ് വരുന്നത്? കുറേ ആളുകൾ അല്ലേ, കുറേ ഫാമേഴ്സ് അവരെ ഒരുമിച്ച് ചേർന്ന് അവരുടെ എല്ലാവരുടെയും കൃഷികളിൽ സ്ഥലത്ത് അവർ കൂട്ടുകൃഷി നടത്തുക ചെയ്യുന്നത്. എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഫാമിങ് നടത്തുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ ഫാമിങ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളക്റ്റീവ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് അതുപോലെ സ്മോൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഒരു 1993 സിക്കോപ്പ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സിക്കോപ്പ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആർട്ടിസണൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ 1993 ഈ സിക്കോപ്പയുടെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ട് ഏകദേശം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നായി 100 മില്യണേക്കാൾ കൂടുതൽ മെമ്പേഴ്സ് ഇത്തരം കോപ്പറേറ്റീവുകളിൽ ഉണ്ട്. അതായത് അത്രയും ആളുകൾക്ക് അവരെ ജോലി നൽകുന്നുണ്ട്. അപ്പോൾ അവർ കൂട്ടായിട്ട് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഒരു ഓർഗനൈസ്ഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ അവരത് രൂപീകരിച്ച് പ്രവർത്തിക്കുക ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോപ്പറേറ്റീവ് ആസ് എംപ്ലോയേഴ്സ് ആണ്. കോപ്പറേറ്റീവ് ആസ് എംപ്ലോയേഴ്സ്, എംപ്ലോയീസ് അല്ല, എംപ്ലോയർ ആണ് കേട്ടോ. കോപ്പറേറ്റീവ് ആസ് എംപ്ലോയേഴ്സ് ആണ്. അതായത് ചില ക്ലയൻറ്റ് ഓൺഡ് കോപ്പറേറ്റീവുകൾ അവരെ സാലറീഡ് സ്റ്റാഫിനെ ജോലിക്ക് വെക്കാറുണ്ട്. അപ്പോൾ ഇവരൊന്നും തന്നെ കോപ്പറേറ്റീവ് മെമ്പേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അവരെ സ്റ്റോക്ക് കീപ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്, കാഷ്യറിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്, ഷോപ്പ് അറ്റൻഡൻറ്റിനെയൊക്കെ അറ്റൻഡർമാരുണ്ടല്ലോ അവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ ഇവരൊന്നും തന്നെ ആരായിരിക്കില്ല? കോപ്പറേറ്റീവ് മെമ്പേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ ഇത്തരം എംപ്ലോയ്മെൻറ്റ് അവർക്ക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കോപ്പറേറ്റീവ്സ് അവരുടെ ആക്ടിവിറ്റീസിൻ്റെ കോർ ബിസിനസ് ഉണ്ടല്ലോ അതിനെ പുറത്തേക്കുള്ള ആക്ടിവിറ്റീസിൽ അവരെ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോർ ബിസിനസ്സിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ കോർ ബിസിനസ്സിനെ പുറത്തേക്കുള്ള ആക്ടിവിറ്റീസിലേക്കും കൂടെ കോപ്പറേറ്റീവ്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോപ്പറേറ്റീവ് പ്രൊമോട്ടിംഗ് ഓർ എനേബിളിംഗ് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് അല്ലേ.
സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ്സുകൾ. ഇപ്പോൾ ക്ലയൻറ്റ് ഓൺഡ് കോപ്പറേറ്റീവ്സ് അവരുടെ ബിസിനസ് സ്ട്രെങ്തൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ മെമ്പേഴ്സിൻ്റെ ബിസിനസ് സ്ട്രെങ്തൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഹൗസ് ഹോൾഡ് ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ കോപ്പറേറ്റീവ്സ്. അവരുടെ മെമ്പേഴ്സിനെ, ഇപ്പോൾ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫാമേഴ്സാണ്. അപ്പോൾ അവരുടെ ഫാമേഴ്സിനെ അവർ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ പ്രീ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ സർവീസസ് ഒക്കെ എസെൻഷ്യലായിട്ടുള്ള പ്രീ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ സർവീസസ് ഒക്കെ നൽകുന്നതിലൂടെ അവർക്ക് വേണ്ട സീഡ്, എക്യുപ്മെൻറ്റ്, ഫെർട്ടിലൈസേഴ്സ് അങ്ങനെയുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഈ ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് സെൽഫ് എംപ്ലോയ്മെൻറ്റിനെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അത് സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ കോപ്പറേറ്റീവ് ഇൻഡ്യൂസിങ് വെയ്ജ് എംപ്ലോയ്മെൻ്റ് ആണ്. അതായത് ഇവർ ഈ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ വെരി എക്സിസ്റ്റൻസിന്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ജോബ് ഏരിയാസ് ഇവരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കോപ്പറേറ്റീവുകളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജോബ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് മെമ്പേഴ്സിനെ ട്രെയിനിങ്ങുകളും മറ്റും കൊടുക്കുന്നതിന് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. പിന്നെ അവരുടെ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് കമ്പനി ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി മറ്റ് ഫൈനാൻസൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഈ കോപ്പറേറ്റീവ്സിൻ്റെ എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഓർഗനൈസേഷനുകളാണ്. അപ്പോൾ ഇതിലൂടെയും ഒരുപാട് ജോബ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതിലെ ലാസ്റ്റ് വൺ പറയുന്നത് സ്പിൽ ഓവർ എഫക്റ്റ് ആണ്. സ്പിൽ ഓവർ എഫക്റ്റ് സ്പിൽ ഓവർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ മറ്റേ ബിസിനസ്സുകളെ പോലെ തന്നെ കോപ്പറേറ്റീവ്സും അവരുമായിട്ട് കൊമേഴ്സ്യൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻ്റർപ്രൈസസുകളുണ്ടല്ലോ, അതിലൂടെ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു ഇതുമായി ഹൗസിംഗ് കോപ്പറേറ്റീവ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ. അതായത് ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രി, നമുക്കിപ്പോൾ അറിയാം, ഒരു വീട് വെക്കണമെങ്കിൽ നമുക്ക് കല്ല്, കട്ട, സിമൻറ്റ്, കമ്പി തുടങ്ങി ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആ ഫീൽഡിലൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അറിയാം, ആളുകൾക്ക് വീട് വെച്ച് നൽകാൻ ധനസഹായമൊക്കെ നൽകുന്നതാണ്, മെമ്പേഴ്സിനെ വീട് പണിത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വീട് പണിയുക എന്ന് പറയുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എൻ്റർപ്രൈസസുകളിലൊക്കെ അതിലൂടെയൊക്കെ അവർക്ക് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും അല്ലേ, ഒരുപാട് ആളുകൾക്ക് അതിലൂടെ ജോലി കിട്ടും. അപ്പോൾ അതാണ് സ്പിൽ ഓവർ എഫക്റ്റ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ്സ് ക്രിയേറ്റ് ജോബ് ഇൻ ദോസ് എൻ്റർപ്രൈസസ് വിത്ത് വിച്ച് ടു മെയിൻറ്റെയിൻ കൊമേഴ്സ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവുമായിട്ട് കൊമേഴ്സ്യൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന എൻ്റർപ്രൈസസിലൂടെയും ഒരുപാട് ജോബ് ഇവരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു നല്ല എക്സാമ്പിളാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ആസ് എ കോമൺ വർക്ക് പ്ലേസ് വരുന്നുണ്ട്, പിന്നെ കോപ്പറേറ്റീവ് ആസ് എംപ്ലോയേഴ്സ്, കോപ്പറേറ്റീവ്സ് പ്രൊമോട്ടിംഗ് ഓർ എനേബിളിംഗ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ദെൻ കോപ്പറേറ്റീവ് ഇൻഡ്യൂസിങ് വെയ്ജ് എംപ്ലോയ്മെൻറ്റ്, അതിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്പിൽ ഓവർ എഫക്റ്റ്. അപ്പം ഇത്രയാണ് നമുക്ക് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് ഇൻ ദ ഫീൽഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ആണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫീൽഡിലെ
കോപ്പറേറ്റീവ്സിൻ്റെ ആ ഒരു കമ്പാരറ്റീവ് അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത്. അതിലെ ഒന്നാമത് പറയുന്നത് എക്കോണമീസ് ഓഫ് സ്കെയിലാണ്. അതായത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലൂടെ ഇൻഡിപെൻഡൻറ്റ് എൻട്രപ്രണേഴ്സിനും റൂറൽ ആൻഡ് അർബൻ ഹൗസ് ഹോൾഡുകൾക്കും ഇൻഫോർമൽ സെക്ടറിൽ വരുന്ന വർക്കേഴ്സിനും ജോയിൻ്റ് പർച്ചേസിങ്ങും അതുപോലെ തന്നെ ജോയിൻ്റ് ആയിട്ട് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ നടത്താനായിട്ട് കഴിയും. അപ്പോൾ അതുവഴി ഇക്കോണമീസ് ഓഫ് സ്കെയിൽ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്താണെന്നുള്ളതൊക്കെ. പിന്നെ വരുന്നത് ഇക്കോണമീസ് ഓഫ് സ്കോപ്പാണ്. ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു ജോയിൻ്റ് പ്രൊഡക്ഷൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ. ഡിവിഷൻ ഓഫ് ലേബർ സാധ്യമാക്കുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നുണ്ട്, അതുവഴി പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻക്രീസ്ഡ് ബാർഗൈനിങ് പവറാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെ ജോയിൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അവരെ ഓഫർ ആൻഡ് ഡിമാൻഡ്, മെമ്പേഴ്സിൻ്റെ ഓഫർ ആൻഡ് ഡിമാൻഡ് കമ്പൈൻ ചെയ്യുന്നു. അതുവഴി അവരുടെ ബാർഗൈനിങ് പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലേ. കോപ്പറേറ്റീവ് ബേസിസ് എന്ന് പറയുമ്പോൾ സഹകരണാടിസ്ഥാനത്തിലെ കുറേ ആളുകൾ കൂട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബാർഗൈനിങ് പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ മെമ്പർ പാർട്ടിസിപ്പേഷൻ ആൻഡ് മോട്ടിവേഷനാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ്സിൻ്റെ മാനേജ്മെൻറ്റിലൊക്കെ മെമ്പേഴ്സിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ അത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനും കോസ്റ്റ് എഫക്റ്റീവ്നെസ് എൻഹാൻസ് ചെയ്യുന്നതിനും ക്യാപിറ്റൽ മൊബിലൈസേഷൻ സാധ്യമാക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മെമ്പർ പാർട്ടിസിപ്പേഷൻ ആൻഡ് മോട്ടിവേഷൻ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ മെമ്പർഷിപ്പ് വാല്യൂ ആണ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെമ്പർഷിപ്പ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതൊരു കോപ്പറേറ്റീവ്സിൻ്റെയും ഓവർ റൈഡിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സിനെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ക്യാപിറ്റലിനെ റെമ്യൂണറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ മെമ്പേഴ്സ് കൊടുക്കുന്ന ക്യാപിറ്റൽ, അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിന് റെമ്യൂണറേഷൻ നൽകുക എന്നുള്ളതല്ല കോപ്പറേറ്റീവ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അത് മെമ്പേഴ്സിനെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ്സ് എയിം ചെയ്യുന്നത് മെമ്പേഴ്സിൻ്റെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രിസേർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവുകളിലെ സഹകരണ സംഘങ്ങളിലെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൂടുതലായിട്ടും ലേബർ ഇൻറ്റൻസീവാണ്. തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന രീതിയിലാണ് അവിടുത്തെ പ്രൊഡക്ഷൻ ബേസിസ്, അല്ലാതെ ക്യാപിറ്റൽ ബേസ്ഡ് കമ്പനീസ് പോലെയല്ല. മെഷീനറീസ് ഒന്നല്ല അവിടെ അവർ കൂടുതലായിട്ടും ലേബേഴ്സിനെ വെച്ചുകൊണ്ടാണ് അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ നടത്തുന്നത്. അതുവഴി മെമ്പേഴ്സിൻ്റെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രിസേർവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് എന്താ പറയുക എയിം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഒഫീഷ്യലി രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അതിലൂടെ മെമ്പേഴ്സിനെ അവരുടെ താല്പര്യങ്ങൾ കുറേയും കൂടെ ബെറ്ററായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കോപ്പറേറ്റീവ്സ് ഒരു വേർട്ടിക്കൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണെങ്കിൽ അവർക്ക് ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. അപ്പം നമുക്കറിയാം കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട് ബിസിനസ്സിൽ. ആ റിസ്ക് മെമ്പേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻഡിവിജ്വൽ എൻ്റർപ്രൈസസിനേക്കാളും കുറേയും കൂടെ സ്റ്റേബിളായിരിക്കും, സ്ഥിരതയുള്ളതായിരിക്കും. റിസ്ക് എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കുന്നത് കൊണ്ട് കേട്ടോ. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇന്നൊവേഷനാണ്. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരിൽ നിന്നുകൂടെ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ അവർക്ക് ഒരു ജോയിൻ്റ്ലി ഇന്നൊവേറ്റ് ചെയ്യാനായിട്ട് മെമ്പേഴ്സിനെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇന്നവേഷനും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ലീഗൽ പ്രൊട്ടക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ വിത്ത് ലെസ് ബേർഡൻ. ഇപ്പോൾ ഇവിടെ ഒരു കോപ്പറേറ്റീവ്സ് ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സിനെ നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അവരുടെ എക്കണോമിക് ലയബിലിറ്റി ലിമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജസിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് നോൺ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയനെ കുറിച്ചിട്ടാണ്. പിന്നെ സോഷ്യൽ സർവീസ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രൊമോഷൻ നമ്മൾ പറഞ്ഞു. ഇന്നെഫിഷ്യൻ്റ് ആൻഡ് ഓർ ഹാംഫുൾ പ്രാക്ടീസസ് പറഞ്ഞു. എൻ്റർപ്രൈസ് കോപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പറേറ്റീവ്സും കണ്ടു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്